ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തിന് മുൻപാകെ ഇങ്ങനെ ആയിരിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ അനുവദിച്ച വലിയ കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായി സംസാരിച്ച ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ വചനങ്ങളെ ഇന്ന് പകലിൽ കർത്താവ് ധാരാളമായി നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. ഈ വായിച്ച വാക്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ വളരെയധികം ബലപ്പെടുത്തുന്നതും നമ്മുടെ ഭാവി പ്രത്യാശയെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാനായി നമ്മെ ശക്തീകരിക്കുകയും ചെയ്തതായിരിക്കുന്ന ചില വാക്യങ്ങളാണ്. കൂടുതലായി ഈ വാക്യങ്ങൾ നാം കേൾക്കാറുള്ളതും ചിന്തിക്കാറുള്ളതും ശവസംസ്കാര ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആണ് എന്നുള്ളതിന് നിസ്തർക്കമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. പല നിലകളിൽ ജീവിതത്തിലെ പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും എല്ലാ മധ്യത്തിൽ ഈ ലോകം സമാധാനം നൽകാതിരിക്കുമ്പോൾ, വേദനകളെ മാത്രം സമ്മാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പല നിലയിലുള്ള രോഗങ്ങളാലും ശാരീരിക ക്ഷീണങ്ങളാലും ബുദ്ധിമുട്ടുകളാലും ഒക്കെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആത്മീയ വചനങ്ങളാണ്, വാക്യങ്ങളാണ്. ആ നിലയിലാണ് കർത്താവിനെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായത്. ഈ 3-ാം അധ്യായം മനസ്സിരുത്തി വായിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് ഈ വസ്തുതകളെ അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കാലങ്ങളെ നാം സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് 3 തരംതിരിക്കാറുള്ളത്. ഭൂതകാലം, അടുത്തത് കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ, വർത്തമാനകാലം, ഭാവി കാലം. മലയാളം മീഡിയത്തിലല്ല, ഇംഗ്ലീഷ് മീഡിയത്തിലെല്ലാവരും ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാറുള്ളത്? പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഈ 3 കാലങ്ങളെയും പൗലോസ് തന്റെ ജീവിതത്തിൽ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് സസൂക്ഷ്മമായിട്ട് ഒന്ന് വായിച്ച് ഹൃദിസ്ഥമാക്കുകയാണെങ്കിൽ നമുക്കത് കാണുവാൻ കഴിയും. കഴിഞ്ഞ കാല തന്റെ ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. ഈ 3-ാം അധ്യായത്തിൽ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ താൻ കണ്ടെത്തുന്നതിന് മുൻപ്, അഥവാ യഹൂദ പശ്ചാത്തലത്തിൽ താൻ ജീവിക്കുമ്പോൾ ആരായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തതയോടെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയപരിമിതി മൂലം അത് വായിക്കുന്നില്ല. എന്നാൽ തൻ്റെ പ്രസന്റ്, തൻ്റെ വർത്തമാനകാലത്തെ കുറിച്ച് 7-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ വളരെ സവിസ്തരമായിട്ട് അവിടെ ഓർമ്മിക്കും. അതൊരു ലക്ഷ്യമുള്ള ജീവിതമാണ്. അവിടെ താൻ പറയുന്നത് 14-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി രാക്കിലേക്ക് ഓടുന്നു. ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരനെ പോലെയാണ് തന്റെ ജീവിതം ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിൽ, വർത്തമാനകാലത്തിൽ ആ നിലയിലായിരിക്കുന്നു എന്ന് പൗലോസ് അവിടെ ഓർമ്മിക്കും. അങ്ങനെ ഓടുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ലാഭമായിരുന്നൊക്കെയും താൻ ഛേദമായി എണ്ണിക്കൊണ്ട് ആ പരമവിളിയുടെ രാക്കിലേക്ക് ഓടുന്നു എന്നാണ്. ഇനി ഭാവി കാലത്തെ കുറിച്ച് പറയുന്ന വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. എന്താ നമ്മൾ വായിച്ചത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അത് തന്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്തയാണ്.
അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, തൻ്റെ ജീവിതത്തിലെ പ്രത്യാശയാണ് അവിടെ ഓർമ്മിക്കുന്നത്. എന്താ ഈ പ്രത്യാശ എന്ന വാക്കിന്റെ അർത്ഥം? കൊലോസ്യ ലേഖനം നമ്മൾ ബൈബിൾ ക്ലാസ്സിലൂടെ പഠിച്ചപ്പോൾ ആ വാക്യത്തിന് ഒരു നിർവചനം പറഞ്ഞിരുന്നു. ആരൊക്കെ അത് ഓർത്തിരിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം വിശ്വാസത്തിന്റെ നിർവചനമുണ്ട് അവിടെ. എന്താ നിർവചനം? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഉറപ്പും നിശ്ചയവുമാണ് വിശ്വാസമെങ്കിൽ, പ്രത്യാശ എന്നുള്ളത് കാണുവാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഉറപ്പും നിശ്ചയവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടുത്തുന്ന ധാരാളം വസ്തുതകൾ ഓരോ ദിവസവും അഭിമുഖീകരിച്ചുകൊണ്ടാണ് നാം മുൻപോട്ട് പോകുന്നത്. എന്നാൽ നമ്മുടെ മുൻപിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ 17 മുതലുള്ള വാക്യങ്ങളൊന്ന് ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെ ഉള്ള വാക്യങ്ങൾ ഒരു നിലവാരം പുലർത്തുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ 20-21 വാക്യങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ചിന്താഗതിയാണ് ചിത്രീകരിക്കുന്നത്. അല്ല, ഇങ്ങനെ നമുക്ക് പറയാം, രണ്ട് ആശയങ്ങൾ തമ്മിൽ മുഖാമുഖമായി കാണുന്ന ഒരു അനുഭവമാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ചിത്രീകരിക്കുന്നത്. പൗലോസ് പറയുന്നുണ്ട് 17-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ കാണിച്ചു തന്ന മാതൃപ്രകാരം നടക്കുന്നവരെയും നിങ്ങൾ എന്ത് ചെയ്യണം? അനുകരിക്കണം, കുറിക്കൊള്ളണം. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ അനുകരിക്കുന്ന മാതൃക പ്രകാരം മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവിടെ 18-ാമത്തെ വാക്യത്തിൽ അത് ഓർപ്പിക്കുന്നു. ആരാണ് ആ കൂട്ടർ? അവരെ കുറിച്ച് വിളിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. എന്താണെന്നറിയാമോ? 18-ാമത്തെ വാക്യത്തിൽ ആരും കണ്ടില്ലേ? ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ആ വാക്ക് കണ്ടില്ലേ ആരും? ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ഒരു കൂട്ടമാണ്. ദൈവ വചനത്തിനും ദൈവിക പ്രമാണങ്ങൾക്കും ദൈവദാസന്മാർക്കും എതിരായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർ വിശുദ്ധരല്ല, അശുദ്ധരാണ്. അവരെ ഇവിടെ സംബോധന ചെയ്യുകയാണ്, അവർ ക്രൂശിന് ശത്രുക്കൾ. അത് പൗലോസ് പറയുമ്പോൾ എങ്ങനെ പറയുന്നത്? ആ വാക്യം അവസാനിക്കുന്നത് കരഞ്ഞും കൊണ്ട് പറയുന്നു. അതീവ ദുഃഖത്തോടുകൂടെയാണ് താൻ ആ കാര്യം പറയുന്നത്. എന്നിട്ട് അവരുടെ അവസാനം, അവരുടെ ചിന്താഗതികൾ എന്താണെന്നുള്ളത് 19-ാമത്തെ വാക്യത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ അവസാനം നാശം. അടുത്തത് അവരുടെ ദൈവം വയർ. അടുത്തത് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ എവിടുള്ളത് ചിന്തിക്കുന്നു? ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പോൾ രണ്ട് നിലയിലുള്ള ആശയങ്ങൾ തമ്മിൽ മുഖാമുഖമായിട്ട് ഇവിടെ കൂട്ടിമുട്ടുകയാണ്. ഒന്ന്, ഭൗമികമായിരിക്കുന്ന ചിന്താഗതിയോടുകൂടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ 20-21 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അത് ഭൗമികമല്ല, പിന്നെയോ അത് ഉന്നതമായതാണ്, വിണ്മയമാണ്. ഒന്ന് മൺമയമാണെങ്കിൽ മറ്റൊന്ന് വിണ്മയമായിരിക്കുന്ന ചിന്തയാണ്. ഒന്ന് നശിച്ചു പോകുന്ന ചിന്തയാണെങ്കിൽ മറ്റൊന്ന് നേടുന്ന ചിന്ത, അല്ലെങ്കിൽ നാശത്തിന് വിധേയമാകാത്ത ചിന്തയായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ജഡത്തിന്റെ ചിന്തയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നാം ഇവിടെ പൗലോസ് പറഞ്ഞ വാക്യങ്ങളും ഈ വാക്യങ്ങളും ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചാൽ ഈ രണ്ട് നിലവാരം ഒരേ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത എല്ലായ്പ്പോഴും എന്താണ്? മരണമാണ്, അല്ലെങ്കിൽ നാശമാണ്. എന്നാൽ 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്പം കൂടെ സ്ട്രെസ് നൽകി, ഊന്നൽ നൽകി പറയുകയാണ്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. അതെ, ഇവിടെയും നമ്മൾ വായിച്ചല്ലോ, ജഡത്തിന്, അതായത് ലോകത്തിന്റെ ചിന്താഗതികൾക്കനുസരിച്ച് അവർ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. അർത്ഥം, ദൈവത്തിന് ശത്രുക്കളായി നടക്കുന്നു. ജഡീക ചിന്ത വെച്ച് പുലർത്തി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പൗലോസ് അവിടെ ചിത്രീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ
എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്നത് ഭൗമികമായ ചിന്തയല്ല. പിന്നെ എന്തായിരിക്കണം? വിശുദ്ധ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം നമുക്ക് എടുക്കാം. അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ആ ചിന്താഗതി എന്തായിരിക്കണം എന്നുള്ളത് പൗലോസ് തന്നെ അവിടെ വിവരിക്കുന്നുണ്ട്. എന്താ അവിടെ ഇങ്ങനെ വായിക്കുന്നു? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. എന്നിട്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിലൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവരോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ചിന്ത എപ്പോഴും എന്തായിരിക്കണം? ഉയരത്തിലുള്ളതായിരിക്കണം, സ്വർഗീയമായതായിരിക്കണം, ഉന്നതമായിരിക്കണം. ആ ചിന്തയോടുകൂടെ, അല്ലെങ്കിൽ സ്വർഗീയമായിരിക്കുന്ന ചിന്തയോടുകൂടെ നാം ജീവിക്കണം. വളരെ വ്യക്തമായിട്ട് 2-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ പൗലോസ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് പറയുമ്പോൾ താൻ തന്നിൽ തന്നെ നിലനിന്നുകൊണ്ട് അതേസമയം തന്നെ തന്നെ പോലെ ക്രിസ്തു വിശ്വാസികളായിരിക്കുന്ന ഫിലിപ്പിയിലുള്ള മറ്റുള്ളവരെ കൂടെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ടാണ് ഈ വാക്യം പറയുന്നത്. തനിക്കിങ്ങനെ പറയാമായിരുന്നു, എന്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന്. എന്നാൽ താൻ അങ്ങനെയല്ല അവിടെ സംബോധന ചെയ്ത് എഴുതുന്നത്. പിന്നെയോ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അത് രക്ഷിക്കപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. പൗരത്വം എന്നുള്ള ഈ വാക്ക് ഈ നാളുകളിൽ നമ്മൾ കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കും ഒരു വാക്കാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പൗരത്വ ഭേദഗതി, അതിന്റെ നിയമങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ഈ പൗരത്വം ഒന്ന് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് എന്തെല്ലാം പരിശ്രമങ്ങളാണ് നടത്തേണ്ടുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ SIR എന്ന് പറയുന്ന ഒരു ഫോം നമ്മൾ പൂരിപ്പിച്ച് എല്ലാവർക്കും കൊടുത്തു. വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന പേരിൽ അതിന്റെ മറവിൽ ഇവിടുത്തെ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് സ്ഥാപിതമാക്കുവാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ പൗരത്വം എന്നുള്ളതായിരിക്കുന്ന ആ കാര്യത്തിന്റെ സ്റ്റെബിലിറ്റി, സ്ഥിരത കാണിക്കുവാനായിട്ടാണ്. വർഷങ്ങളായി ഇവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് പോലും വോട്ടവകാശം നിഷേധിക്കപ്പെടുകയാണ്. പൂർവികരായിരിക്കുന്ന ആളുകളുടെ രേഖകൾ കൊടുക്കണം. എൻ്റെ പഴയ വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ 5 പേരുണ്ട്, 4 പേർക്കുണ്ട്, ഒരാൾക്കില്ല. അദ്ദേഹം ഇവിടെ താമസം നൽകുന്ന ആളുകളായി, പക്ഷെ അന്യനാട്ടിൽ നിന്ന് വന്ന് പാർക്കുന്നത് കൊണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ ആളുകളുടെ ആദ്യ രേഖകളില്ല. അത് മാത്രമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്റെ പിതാവും മാതാവും മരിച്ചു പോയത് കൊണ്ട് അന്നത്തെ രേഖകൾ തനിക്ക് പോയിട്ട് കണ്ടെത്തുവാൻ കഴിയുന്നില്ല, തന്റെ ജന്മദേശത്ത് പോയിട്ട്. അപ്പോൾ ആ 4 പേരുടെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതിനനുസരിച്ച് 4 പേര് ചെയ്തിരിക്കുക. ഈ ഭാഗങ്ങളൊക്കെ കേട്ടപ്പോഴാണ് മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു, ദൈവമേ, ഈ ഭൂമിയിലെ പൗരത്വം അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എത്രമാത്രം റിസ്ക് ഉണ്ട് അതൊക്കെ നേടിയെടുക്കുവാനായിട്ട്. ഇനി മറ്റൊരു രാജ്യത്ത് നമ്മൾ പോയി കുടിയേറുകയാണെന്ന് കരുതുക. ഇപ്പൊ അമേരിക്കയിൽ പോയിട്ട് ഒരാൾക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് ഇവിടുത്തെ എല്ലാ അവകാശങ്ങളും അടിയറവ് വെച്ചിട്ട് വേണം എവിടെ പോകാൻ? അമേരിക്കയിലേക്ക് പോകാൻ, എന്റെ രാജ്യത്ത് താമസിക്കുവാനായിട്ട്. നോക്കുക, പൗരത്വത്തിന് ചിലർ വില കൊടുത്ത് മേടിക്കുന്നു. പൗലോസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? പൗലോസ് ജന്മം കൊണ്ട് റോമാ പൗരനായി ജനിച്ചവനായിരുന്നു. എന്നാൽ അന്ന് കാലത്ത് വില കൊടുത്ത് വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ ഫിലിപ്പിയിലുള്ള ജനങ്ങളും റോമൻ അധീനതയിലായതുകൊണ്ട് റോമാ പൗരന്മാരായി ജനിക്കപ്പെട്ടവരാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വിലയുള്ള പൗരത്വമായിരുന്നു. അത് ശ്രേഷ്ഠതയുള്ള ഒരു പൗരത്വമായിട്ട് കണക്കാക്കിയിരുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിലെ പൗരത്വങ്ങളൊക്കെ വലിയ വില കൊടുത്ത് അനവധി ആളുകൾ സമ്പാദിച്ച് അവർ വലിയ നിക്ഷേപമായിട്ട് അതിനെ സ്വീകരിക്കുമ്പോൾ, ഓ ദൈവത്തിന്റെ ജനമേ, നമുക്ക് എത്രമാത്രം ദൈവസ്ഥനെ സന്തോഷിക്കുവാനായിട്ടിടയായിത്തീരും. നമുക്ക് സ്വർഗരാജ്യത്തിൽ പൗരത്വം ലഭിച്ചത് എങ്ങനെയാണ്? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത ആ മാത്രയിൽ നമുക്ക് എന്ത് ലഭിച്ചു? സ്വർഗീയ പൗരത്വം ലഭിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദോമോസിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അവരോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ഒരു നാളും എവിടെ ജനിക്കയില്ല, ദൈവരാജ്യത്തിൽ ജനിക്കയില്ല, ദൈവരാജ്യത്തിൽ നീ പ്രവേശിക്കയില്ല. അപ്പോൾ ദൈവത്താൽ ഒരു വീണ്ടും ജനനം ലഭിച്ച വ്യക്തിക്ക്, അഥവാ വചനത്താലും ദൈവാത്മാവിനാലും വീണ്ടും ജനിച്ച വ്യക്തിക്ക് അരയടി നടക്കണ്ട, അരക്കാശ് മുടക്കേണ്ട, ദൈവം അവന്റെ സമീപത്തേക്ക് കടന്നു വന്ന് അവന് ദാനമായി നൽകുന്ന ദൈവകൃപയുടെ മഹത്വമാണ് പൗരത്വം എന്നുള്ളത്. കൃപയാൽ നമുക്കിത് സ്വന്തമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം
അനുവാദം തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എന്ന് മാത്രമല്ല, ഈ ലോകത്തിലെ പൗരത്വ ദാതാക്കളൊക്കെ പലരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്റെ കർത്താവ് അങ്ങനെയായിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും, അടുത്ത വാക്യം, ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിലെ ദാതാക്കളൊക്കെയും നമ്മെ നശിപ്പിക്കുവാനായിട്ട് കുതന്ത്രങ്ങളുമായിട്ട് നമ്മുടെ അടുത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ദൈവം ഉന്നതനായതുകൊണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്നവനായതുകൊണ്ട് നമുക്ക് ആ പൗരത്വം കർത്താവ് തന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി വലിയ വലിയ ത്യാഗം താൻ ശ്രമിച്ചു. ഇന്നും ആരാധന മധ്യത്തിൽ ആരാണെന്നോ എനിക്ക് ഓർമ്മയില്ല, വായിച്ചു ഒരു വാക്യം, ഫിലിപ്പിലേഖൻ 2-ാം അധ്യായത്തിലെ വാക്യം വായിച്ചു. എന്താ നമ്മൾ വായിച്ചത്? കർത്താവ് ഈ പൗരത്വം നമുക്ക് നൽകുവാനായി സഹിച്ച വേദനകളെ നമ്മളവിടെ കണ്ടു. എന്താ നമ്മൾ വായിച്ചത്? അവൻ ഫിലിപ്പിലേഖൻ 2-ാം അധ്യായം 6 മുതൽ, ദൈവരൂപത്തിലിരിക്കുക ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് മനുഷ്യരായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിനെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എത്രമാത്രം കർത്താവ് നമുക്ക് വേണ്ടി പൗരത്വം നൽകുവാനായി സ്വർഗീയനായവൻ താഴ്മ ധരിച്ചു എന്നുള്ളത് നാം ഓർത്തിരിക്കുകയാണ്. അപ്പോൾ ആ കർത്താവ് അവൻ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അതെ, നമുക്കൊരു അവകാശം, നമുക്കൊരു പൗരത്വം ദൈവം തന്നിരിക്കുന്നു. പത്രോസിന്റെ നമ്മൾ വായിക്കുന്നുണ്ട്, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പൗരത്വത്തിന്റെ ശ്രേഷ്ഠതയാ ലഭിച്ചിരിക്കുന്ന അവകാശങ്ങൾ എത്രയോ ഉന്നതമാണ് പ്രിയമുള്ളവരെ. എന്നിട്ട് പറയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും. എവിടെ നിന്ന്? അവിടെ നിന്ന്. എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്ന്. നമുക്ക് പൗരത്വം സ്ഥാപിതമാക്കി തന്ന ആ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായിട്ട് വരും എന്ന് നാം കാത്തിരിക്കും. ഒരിക്കൽ നമ്മുടെ കർത്താവ് വന്നു. എന്തിനാ? ഇബ്രാഹിം 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി കർത്താവ് വന്നു? എന്താ ഇബ്രാഹിം 9-ാം അധ്യായം 26-ാം വാക്യം? നമ്മുടെ പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്നാണ് നമ്മളോട് വായിക്കുന്നത്. എന്നാൽ ഇനി ഇബ്രാഹിം ലേഖനം തന്നെ 9-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് വരുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാ? അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട്, അടുത്ത വാക്ക് വളരെ ശ്രദ്ധേയമാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വാക്യമാണ്. എന്താ? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ആ പ്രത്യക്ഷതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കും. പ്രിയമുള്ളവരെ, ഇതിന് ഞാൻ ഇങ്ങനെ ഒരു പേര് നൽകുവാനായിട്ട് പോവുകയാണ്, പ്രത്യാശയുടെ കാത്തിരിപ്പ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് എത്രമാത്രം ഉണ്ട്, അതിന് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് ചിന്തിപ്പാൻ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് പഴയ വിശുദ്ധനായിരിക്കുന്ന അബ്രഹാമിന്റെ ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് അബ്രഹാമിനേക്കാൾ എത്രയോ വലിയ പ്രത്യാശ ഉണ്ടാകണം. അബ്രഹാം കാത്തിരുന്നതും വലിയൊരു പ്രത്യാശയായിരുന്നു. എന്തായിരുന്നു പ്രത്യാശ? ഇബ്രാഹിം 11-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. ആ 11-ാം അധ്യായത്തിൽ വളരെ സവിസ്തരമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കാര്യം പറയുന്നുണ്ട്. ഇബ്രാഹിം 11-ാം അധ്യായത്തിൽ അവിടെയും വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്, ദൈവമേ, അബ്രഹാമിന് ഇത്രമാത്രം പ്രത്യാശ നൽകിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി ചെഞ്ചോര ചിന്തി, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട് അപമാനവും നിന്നയും എല്ലാം സഹിച്ച എന്റെ കർത്താവിനെ ഞാൻ എത്രമാത്രം അവരോടെ കാത്തിരിക്കണമെന്നുള്ള വലിയൊരു ചിന്തയാണ് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകുവാനായിട്ട് ഇടയായത്. ഇബ്രാഹിം 11-ാം അധ്യായത്തിൽ അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്തെ പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി അബ്രഹാം എന്ത് ചെയ്തിരുന്നു? കാത്തിരുന്നു എന്ന് അവിടെ നാം വായിക്കുന്നു. ആ കാത്തിരിപ്പിന്റെ മധ്യത്തിൽ അവിടെ 15-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ എന്ത് ചെയ്തിരുന്നു? കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കി.
സ്ഥായിയായിരിക്കുന്ന എന്നും എന്നേക്കും നിലനിൽക്കുന്ന ഒരു നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നു. സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുള്ളതായിരിക്കുന്ന ആ സ്ഥലത്ത് പാർക്കുവാനായി അബ്രഹാം കാത്തിരുന്നു. അതുകൊണ്ടാണ് ഇബ്രായ ലേഖനകാരൻ പറയുന്നത്, അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് എന്ത് ചെയ്തിരുന്നു? ദൈവം വാഗ്ദത്തം ചെയ്ത വൻ നഗരത്തിനായിട്ട് കാത്തിരുന്നു. അബ്രഹാം കൂടാരങ്ങളിൽ പാർക്കുമ്പോഴും താൻ നിരാശപ്പെട്ടല്ല ജീവിച്ചത്. പിന്നെയോ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഭൗമികമായിരുന്നില്ല. കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് അബ്രഹാം ജീവിച്ചു എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തിയാണ്, ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ഇയ്യോബ് തന്റെ കഷ്ടജല മധ്യത്തിലും ഇയ്യോബിനൊരു വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? തന്റെ ഈ ലോക ജീവിതം കഷ്ടതയാൽ മാറ്റപ്പെട്ടാലും തനിക്കൊരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട് എന്നും, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും, അവനെ ദേഹസഹിതനായി കാണുമെന്നും, ഞാൻ അവനോട് കൂടെ ആയിരിക്കുമെന്നുള്ള വലിയ നിശ്ചയം, വലിയ ഉറപ്പ് ഇയ്യോബിനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഇത്രമാത്രം ഭക്തി ഉണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു, പ്രത്യാശ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രാണനെ നൽകി സ്നേഹിച്ച നമ്മുടെ കർത്താവിനോട് എത്രമാത്രം പ്രത്യാശയുള്ള ജീവിതം നാം നയിക്കേണ്ടുന്നത് ആവശ്യമാണ്. എന്നിട്ട് 21-ാമത്തെ വാക്യം കൂടെ ചിന്തിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. അവിടെ നിന്ന് രക്ഷിതാവായിട്ട് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, നമ്മെ ചേർക്കുവാനായിട്ടാണ് നമ്മുടെ കർത്താവ് വരുന്നത്. അതിന്റെ കാലം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുളമ്പടി ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. പ്രിയമുള്ളവരെ, ലോകത്തിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന സകല സംഭവ വികാസങ്ങളും അതിലേക്കാണ് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കർത്താവ് വരുന്നത്? അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ ഭാവിയെ നോക്കി, ഭാവി കാലത്തെ ഓർത്ത് പുഞ്ചിരി തൂക്കിക്കൊണ്ട് താൻ പറയുന്ന ഒരു കാര്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തും. ഇവിടെ വലിയൊരു ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വ്യാപാര ശക്തിയെ കുറിച്ച് പൗലോസ് സമർപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ വ്യാപാര ശക്തി? ക്രിസ്തുവിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി എന്താണ്? പൗലോസ് തന്റെ ചില വാക്കുകളെ ഞാൻ കടമെടുത്തുകൊണ്ട് ഇപ്രകാരം പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആ ശക്തി എന്താണ്? 1 തീമോഥെയോസ് ലേഖനം 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഈ വാക്യങ്ങളൊക്കെ മനഃപ്പാഠമായിട്ട് പഠിച്ചിരിക്കേണ്ട വാക്യങ്ങളാണ്. അവിടെ ആ കർത്താവിന്റെ ശക്തി എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. എന്താണ് ആ വാക്യം? ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായതെന്നാണ് കർത്താവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, നമ്മുടെ കർത്താവിന്റെ ശക്തിയുടെ വലിപ്പം അവിടെ അതിന്റെ പൗലോസിന്റെ ഭാഷയിൽ തന്നെ എഫേസ്യരിൽ പറഞ്ഞ വാക്ക് ഞാൻ പറയട്ടെ. അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അതെ, അവൻ ധന്യനായ ഏകാധിപതിയാണ്, രാജാദി രാജാവാണ്, കർത്താദി കർത്താവാണ്, താൻ അമർത്യതയുള്ളവനാണ്, മരണമില്ലാത്തവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കും. ഇങ്ങനൊരു വ്യക്തി പ്രഭാവത്തെ, ഇങ്ങനെയൊരു ദൈവത്തെ എവിടെ കാണുവാനായിട്ട് കഴിയും? വിശുദ്ധ ബൈബിളിലല്ലാതെ. അതാണ് അവന്റെ ശക്തിയുടെ വലിപ്പം. നീ കൊലോസ്യ ലേഖനം പഠിച്ചവർക്കറിയാം. കൊലോസ്യ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചതാണ്. കർത്താവിന്റെ മഹത്വം എത്രമാത്രം വലുതാണ്. 1-ാം അധ്യായത്തിന്റെ 14 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവന് നമുക്ക് പാപമോചനം എന്നുള്ള വീണ്ടെടുപ്പുണ്ട്. അതെ, അവൻ വീണ്ടെടുപ്പുകാരനാണ്. അവന്റെ ശക്തി അതാണ്. പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന വീണ്ടെടുപ്പിന്റെ ശക്തി വ്യാപരിക്കുന്നവനാണ് അവൻ. പിന്നെയോ അദർശനായ ദൈവത്തിന്റെ പ്രതിമയാണ്, സർവസൃഷ്ടിക്കും ആദിജാതനാണ്. അതുപോലെ തന്നെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നവൻ, സഭയെന്ന ശരീരത്തിന്റെ തലയാകുന്നവൻ, സകലത്തിനും തൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മനുഷ്യരുടെ നിന്ന് ആദ്യനായി എഴുന്നേറ്റുവരുമാകുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ശക്തി പൗലോസ് വ്യാപാര ശക്തി എന്നുള്ള ഒരു വലിയ ആത്മീയ ആശയത്തെ ക്യാപ്സൂൾ രൂപത്തിലാക്കി പറഞ്ഞിരിക്കുന്നുവെങ്കിലും ആ ശക്തിയുടെ മഹത്വത്തെ ഞാൻ ഇപ്രകാരം പറയട്ടെ. ആ ശക്തി എന്നുള്ളത് മരണത്തിന്റെ മേൽ, പിശാചിന്റെ മേൽ, പാതാളത്തിന്റെ മേൽ അധികാരമുള്ള ശക്തി, മരണത്തെ തോൽപ്പിച്ച ശക്തി, പാതാളത്തെ തോൽപ്പിച്ച ശക്തി, പിശാചിനെ വെല്ലുവിളിച്ച് തോൽപ്പിച്ച ശക്തിയാണ് ആ ശക്തി. ആ ശക്തിയാണ് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ഓർക്കണമേ, നമ്മുടെ ശരീരം, നമ്മൾ 103-ാം സങ്കീർത്തനത്തിന്റെ പകലിൽ ഓർത്തു,
അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മൺമയമാണ് ഈ ശരീരം. ഏത് സമയത്തും പാപത്തിന്, പ്രലോഭനത്തിന് വീഴുവാൻ സാധ്യതയുള്ള ഒരു ശരീരം. എന്നും എന്നും രോഗവും കഷ്ടതയും ദുഃഖവും നെടുവീർപ്പും സങ്കടവും ഒക്കെ നൽകുന്ന ഒരു ശരീരമാണ്. കാരണം ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവിക തേജസ്സിനാൽ ചുറ്റപ്പെട്ടവനായിരുന്നു. ദൈവത്തോടുകൂടെ അധിവസിക്കുവാനായി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ, പാപം ചെയ്തപ്പോൾ ദൈവസന്നിധിയിൽ വീണുപോയ മുഖാന്തരം കേവലം മരണം എന്നുള്ള ഒരു വാക്ക് മാത്രമല്ല, എല്ലാ ക്ലേശങ്ങളും ആ ശരീരത്തിന്മേൽ ചുമത്തപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. എന്നാൽ ഈ താഴ്ചയുള്ള ശരീരത്തിലെ സകലതും നീക്കുവാനായിട്ട് പോകുന്നു. ആരുടെ ശരീരത്തിന്റെ? തന്റെ വിശുദ്ധന്മാരുടെ ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം നൽകുവാനായിട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, ഒന്നുകിൽ കർത്താവായ യേശുക്രിസ്തു അത്യാകാശത്തിൽ വരുമ്പോൾ, കാഹളത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ശരീരം രൂപാന്തരപ്പെടും. അല്ല എങ്കിൽ എന്ത് സംഭവിക്കും? നാം മരിച്ച് മൺമറഞ്ഞു പോവുകയാണെങ്കിൽ ആ കാഹളനാദത്തെങ്കിൽ എന്ത് ചെയ്യും? കല്ലറകൾ തുറക്കപ്പെടുമ്പോൾ തന്നിൽ വിശ്വസിച്ച വിശുദ്ധന്മാരുടെ മൃതശരീരം എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയാണ്. എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന ശരീരത്തോട് ഏകീഭവിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കും. പിന്നീട് എന്തില്ല? നമ്മുടെ ജീവിതത്തിൽ മരണമില്ല, പാപത്തിന്റെ പ്രലോഭനമില്ല, കഷ്ടതയില്ല, നെടുവീർപ്പില്ല, രോഗമില്ല, ദുഃഖമില്ല, അല്ലലില്ല, ആവലില്ല, ഒരു പരാതിയും പരിഭവവും ഇല്ലാത്ത ഒരു ശരീരവുമായിട്ട്, ഒരു പുത്തൻ ശരീരവുമായിട്ട്. സ്തോത്രം. പ്രിയമുള്ള ഒരു വാക്കുകളൊക്കെ പറയുമ്പോൾ ദൈവസൻ നന്ദി ഹൃദയത്തോടുകൂടി ദൈവസൻ സ്തോത്രം പറയണമെന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കർത്താവ് നമ്മെ മാറ്റുവാനായിട്ട് പോകുന്നു. പുനരുദ്ധാനം ചെയ്ത കർത്താവിന്റെ ശരീരത്തിന്റെ മഹത്വം എന്താണ്? ആ ശരീരത്തിന് സമയത്തിനോ സ്ഥലത്തിനോ ഒന്നും കീഴടക്കി വെക്കുവാൻ കഴിയുന്ന ഒരു ശരീരമായിരുന്നില്ല. പിന്നെയോ ആ ശരീരം എങ്ങനെയുള്ള ശരീരമാണ്? നിത്യകാലം ജീവിക്കുവാനായിട്ട് ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ഒരു ശരീരമാണ്. ഇപ്പോൾ ഈ മണ്ണാകുന്ന ഈ ശരീരം എങ്ങനെയുള്ളതാണ്? താൽക്കാലികമായിരിക്കുന്ന ഒരു കൂടാരവാസത്തിനു വേണ്ടി നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ശരീരമാണ്. പക്ഷേ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇത് ദ്രവിച്ചേ മതിയാകും, എങ്കിലേ അദ്രവത്വത്തെ പോകുവാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലേക്കൊന്നും മടങ്ങി വരാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഈ ശരീരത്തിന്റെ ചില പ്രത്യേകതകൾ നമ്മളവിടെ കാണുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങളിലൂടെ ഒന്ന് വായിച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഇരിക്കാം. തേജസ്കരിക്കപ്പെട്ട നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും 15-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ സ്വർഗീയ ശരീരവും ഭൗമിക ശരീരവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ ശരീരം ഒന്ന്, അത് സ്വർഗീയ ശരീരമാണ്. 40-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 40-ാമത്തെ വാക്യം, അത് സ്വർഗീയ ശരീരമാണ്. മറ്റൊന്ന്, ഞാൻ എളുപ്പം പറഞ്ഞു പോവുക സമയത്തിന്റെ പരിമിതി കൊണ്ട്, അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? അത് അദ്രവത്വമുള്ളതാണ്, ദ്രവിച്ചു പോകാത്ത ഒരു ശരീരമാണ്. 43-ാമത്തെ വാക്യം, അത് തേജസ്സുള്ള ഒരു ശരീരമാണ്. ഇനി 44-ാമത്തെ വാക്യം, അത് ആത്മിക ശരീരമാണ് എന്ന് പറഞ്ഞാൽ ജഡമയമല്ലാത്ത ഒരു ശരീരം. ഇനി അടുത്തത് 43-ാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, അതെങ്ങനെയുള്ളതാണെന്ന് അറിയാമോ? ശക്തിയുള്ള ഒരു ശരീരമാണ്. ഇപ്പോഴുള്ള നമ്മുടെ ശരീരം ബലഹീനമാണെങ്കിൽ നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന ശരീരം എങ്ങനെയുള്ളതാണ്? ശക്തിയുള്ള ഒരു ശരീരമാണ്. അടുത്തത് 52-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ ശരീരം എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ? അത് സ്വർഗീയന്റെ പ്രതിമ ധരിക്കുന്ന ഒരു ശരീരമാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് 52-ാമത്തെ വാക്യത്തിൽ തന്നെ, അത് അക്ഷയമായതാണ്. 53-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അത് അമർത്യമായതാണ്, മരണത്തെ അതിജീവിക്കുന്ന ഒരു ശരീരമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടതകളെല്ലാം തീരാറായി, നമ്മുടെ ദുഃഖങ്ങൾ നെടുവീർപ്പുകളെല്ലാം തീരാറായി. പൗലോസ് പറയുന്നു വരുന്നത് എന്താ? ഒടുനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം ഈ മണ്ണ് അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ ഈ ദിവസങ്ങളിലൊക്കെ പലരും ശാരീരികമായിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളൊക്കെയാണ് കടന്നു പോകുന്നത്. ആ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് നൽകുവാനിടയാണ്.
പ്രിയമുള്ളവരെ, നമുക്ക് രോഗമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നെടുവീർപ്പുകളുണ്ട്, വേദനകളുണ്ട്. കാരണം ഇതെല്ലാം നാം ഈ ഭൂമിയിൽ ദൈവം തന്നതാണെന്നുള്ള ചിന്തയോടുകൂടെ തന്നെ നാം ജീവിക്കണം. കാരണം നമ്മുടെ ശരീരം അങ്ങനെയുള്ള ഒരു ശരീരമാണ്. ഈ ശരീരം ഇത് സഹിക്കുവാൻ കാരണമായി തീർന്നതിന് പിന്നിൽ മനുഷ്യന്റെ പാപമാണ്. എന്നാൽ പാപരഹിതമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താണ് നമ്മെ ദൈവം നീതീകരിച്ചിരിക്കുന്നു, നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ തേജസ് കണ്ടത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് ആ ശരീരം നാം പോകും. കർത്താവിൻ്റെ വരവ് വരെയും നമ്മൾ അവരുടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കഷ്ടതകൾ എല്ലാം മാറി, നമ്മുടെ കണ്ണുനീരെല്ലാം നമ്മുടെ കണ്ണിൽ തുടച്ചു നീക്കുന്ന ഒരു ദിവസം വരുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് ആ വാക്യങ്ങൾ കൂടെ വായിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാണ്, അവിടെ നിന്ന് നമ്മുടെ കർത്താവ് രക്ഷിതാവായിട്ട് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അടുത്തല്ല നമ്മൾ വായിച്ചത് അടുത്ത വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും, തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി പറഞ്ഞവൻ നിസ്സാര വ്യക്തിയല്ല. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവൻ ആരാണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ചവനായ വാക്കുകളെ നമ്മോട് പറഞ്ഞിരിക്കുന്നു. എബ്രായലേഖനത്തിൽ ഇങ്ങനെ വാക്കുണ്ട്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പിന്നെ നാമോ നശിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെ എങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലാണ്? ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. ഈ പ്രത്യാശയോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു.